നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ബിജെപിക്ക് കേരളത്തിൽ വലിയ പ്രതീക്ഷയാണ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൈവരിക്കേണ്ട ലക്ഷ്യമായിരുന്നു പ്രധാന ചർച്ച. രാജീവ് ചന്ദ്രശേഖരനും അനിൽ ആന്റണിയും ഒഴികെ ലോക്സഭയിലേക്ക് മത്സരിച്ചവർ യോഗത്തിൽ സംബന്ധിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ പരിശോധിച്ചാൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ബിജെപി മുന്നിലാണ്. 9 സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്തും 35,000-ലധികം വോട്ട് നേടിയ 55-ലധികം സീറ്റുകളുണ്ട്. ഇവിടെ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ച് പ്രവർത്തിപ്പിക്കാനാണ് തീരുമാനം. ഹിന്ദു സമുദായത്തിലെ എല്ലാ വിഭാഗത്തിൽ നിന്നും മികച്ച പിന്തുണ ലഭിച്ചു തുടങ്ങിയെന്നാണ് വിലയിരുത്തൽ. ജൂലൈ 9-ന് തിരുവനന്തപുരത്ത് ബിജെപിയുടെ വിശാല നേതൃയോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദേശീയ അധ്യക്ഷൻ JP നദ്ദ യോഗത്തിൽ സംബന്ധിക്കും. അദ്ദേഹത്തിന് ദേശീയ അധ്യക്ഷ പദവി നീട്ടി നൽകുമെന്നാണ് വിവരം. JP നദ്ദ പങ്കെടുക്കുന്ന യോഗത്തിലെ പ്രധാന ചർച്ച വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളായിരിക്കും. CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നുമുള്ള വോട്ടുകൾ ഇത്തവണ BJP സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചതാണ് പാർട്ടിക്ക് പ്രതീക്ഷ നൽകുന്നത്. ചിട്ടയായ പ്രവർത്തനം നടത്തിയാൽ കേരളത്തിൽ ഇനിയും മുന്നേറാമെന്ന് നേതൃത്വം കരുതുന്നു. വികസന രാഷ്ട്രീയമാണ് തങ്ങൾ മുന്നോട്ട് വെക്കുന്നതെന്ന് സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അവകാശപ്പെട്ടു. ക്രൈസ്തവ സമുദായ നേതാക്കളിൽ എല്ലാവരുടെയും പിന്തുണ ലഭിച്ചില്ലെങ്കിലും തൃശൂർ, കണ്ണൂർ മണ്ഡലങ്ങളിൽ സമുദായ അംഗങ്ങൾ വോട്ട് ചെയ്തുവെന്ന് BJP നേതൃത്വം വിലയിരുത്തി. ഹിന്ദുക്കളിലെ എല്ലാ വിഭാഗത്തെയും കൂടെ നിർത്താനുള്ള പദ്ധതികളുമായി മുൻപോട്ടു പോകും. ഒപ്പം ക്രൈസ്തവ സമുദായത്തെ അടുപ്പിക്കാനുള്ള ശ്രമങ്ങളും തുടരും. വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളും BJP പ്രതീക്ഷയോടെയാണ് കാണുന്നത്. പാലക്കാട് നിയമസഭ ഉപതെരഞ്ഞെടുപ്പിന് വലിയ ഒരുക്കം പാർട്ടി നടത്തും. P. രഘുനാഥിനെ മണ്ഡലത്തിന്റെ ചുമതല നൽകി കഴിഞ്ഞു. വയനാട്ടിൽ MT രമേശും ചേലക്കരയിൽ KK അനീഷ് കുമാറും മേൽനോട്ടം വഹിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മികച്ച പ്രകടനം BJP കാഴ്ചവെച്ചിരുന്നു. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് രണ്ടാം സ്ഥാനത്തായിരുന്നു BJP. 35 സീറ്റ് ലഭിച്ചാൽ കേരളം NDA ഭരിക്കുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് K. സുരേന്ദ്രൻ പറഞ്ഞതും വലിയ ചർച്ചയായിരുന്നു. അന്നത്തെ വോട്ട് കണക്കുകൾ BJPയുടെ ഈ വാദത്തിന് ബലമേകിയിരുന്നില്ല. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കാര്യങ്ങൾ മൊത്തം മാറിയിരിക്കുന്നു. ആഞ്ഞു പിടിച്ചാൽ കൂടെ പോരുന്ന മണ്ഡലങ്ങളുണ്ട് എന്ന് BJPക്ക് വ്യക്തമായിരിക്കുകയാണ്. CPM കേന്ദ്രങ്ങളിൽ നിന്ന് BJP സ്ഥാനാർത്ഥികൾ വോട്ട് പിടിച്ചതാണ് BJPക്ക് പ്രതീക്ഷ ഇരട്ടിയാക്കുന്നത്. സർക്കാരിനെതിരായ വികാരം പരമാവധി മുതലെടുക്കാനുള്ള ശ്രമങ്ങളും BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകും. എന്നാൽ BJPയെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ CPM ആവിഷ്കരിക്കുമെന്ന് കരുതുന്നു. UDF-നെയും BJPയും ഒരുപോലെ പ്രതിരോധിക്കേണ്ട അവസ്ഥയിലേക്കാണ് CPM എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇതുവരെ ചേർന്നിട്ടുള്ള എല്ലാ കമ്മിറ്റികളിൽ നിന്നും CPM-ന്റെ ഭരണവിരുദ്ധത വലിയ രീതിയിൽ തന്നെ ആഞ്ഞടിച്ചിട്ടുണ്ട്. ഏതായാലും പിണറായി വിജയൻ വീണു കഴിഞ്ഞാൽ അത് BJPക്ക് തന്നെയായിരിക്കും വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത്.